ഇന്നത്തെ നമ്മുടെ സംഭാഷണം ഒരു നല്ല ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. പക്ഷേ ഇത് വെറും സ്വപ്നങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രഭാഷണമല്ല. ചിന്തിച്ചാൽ മാത്രം എല്ലാം ശരിയാകുമെന്ന് പറയുന്ന പ്രചോദനവുമല്ല. അതുപോലെ കഠിനമായ നിയമങ്ങളും കൃത്യമായ പദ്ധതികളും മാത്രം നൽകുന്ന ഒരു ഉപദേശവുമല്ല. ദ സീക്രട്ട് എന്ന പുസ്തകം നമ്മെ പഠിപ്പിച്ച ചിന്തകളുടെ ശക്തിയും അറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകം നമ്മെ ഓർമ്മിപ്പിച്ച ചെറുശീലങ്ങളുടെ ശാസ്ത്രവും ഒരുമിച്ച് ചേർത്ത് നമ്മുടെ കുട്ടികളുടെയും ജീവിതത്തെ പ്രായോഗികമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ഒരു യാത്രയാണ് ഈ ഓഡിയോ. ഈ യാത്ര ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിൽ നിന്ന് ആരംഭിച്ച് കുടുംബാന്തരീക്ഷത്തിലൂടെ കടന്ന് വ്യക്തിയുടെ ഉള്ളിലേക്കാണ് എത്തുന്നത്. കുട്ടികളുടെ ആത്മവിശ്വാസം വീടുകളിൽ എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു, എനിക്ക് കഴിയും എന്ന വിശ്വാസം എങ്ങനെ അവരിൽ നിറയുന്നു, ശക്തിയാകുന്നു, ചിന്തകൾ എങ്ങനെ ശീലങ്ങളായി മാറുന്നു, പരിസരം നമ്മെ എങ്ങനെ രൂപപ്പെടുത്തുന്നു, ഒടുവിൽ വിജയത്തിനപ്പുറം സന്തോഷവും അർത്ഥവും നിറഞ്ഞ ഒരു ജീവിതം നമുക്കും നമ്മുടെ കുട്ടികൾക്കും എങ്ങനെ സാധ്യമാകുന്നു. ഇതാണ് ഈ യാത്രയുടെ വഴികൾ. ഇവിടെ നിങ്ങൾക്ക് വലിയ വാഗ്ദാനങ്ങളൊന്നും തരുന്നില്ല. ഒരൊറ്റ ദിവസം കൊണ്ട് ജീവിതം മാറുമെന്ന് ഈ ഓഡിയോ പറയുന്നില്ല. പകരം ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയ മാറ്റം നാളെ നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ നിശബ്ദമായി മാറ്റിത്തുടങ്ങും എന്നതാണ് ഇത് കാണിച്ചു തരുന്നത്. ദ സീക്രട്ട് നമ്മെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്നു. അറ്റോമിക് ഹാബിറ്റ്സ് ആ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാൻ പഠിപ്പിക്കുന്നു. ഇവ രണ്ടും ചേർന്നാൽ സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിലുള്ള അകലം കുറയുന്നു. ഈ ഓഡിയോ വേഗത്തിൽ കേട്ടു തീർക്കാനുള്ള ഒന്നല്ല. ഇത് നിങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്ന അനുഭവമാണ്. ചില ഭാഗങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയെ ഓർമ്മിപ്പിക്കും. ചില ഭാഗങ്ങൾ നിങ്ങളുടെ സ്വന്തം ബാല്യത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. ചില വാക്കുകൾ നിങ്ങളെ ചോദ്യം ചെയ്യും. ചില ചിന്തകൾ നിങ്ങളെ ആശ്വസിപ്പിക്കും. നമുക്കൊന്നിച്ച് ഈ യാത്ര ഇവിടെ തുടങ്ങാം. ചിന്തകൾ വിത്താകുമ്പോൾ കുട്ടികളുടെ മനസ്സിൽ വളരുന്നതെന്ത്? ഒരു കുട്ടി ഈ ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ കയ്യിൽ ഒന്നുമില്ല. പണവും പദവിയും കഴിവുകളും മാത്രമല്ല, പരാജയഭീതിയും ആത്മവിശ്വാസക്കുറവും ഒന്നും അവർക്കില്ല. പക്ഷേ അവന്റെ മനസ്സ് ശൂന്യമല്ല. അത് ഒരു വളക്കൂറുള്ള മണ്ണ് പോലെയാണ്. അവിടെ വീഴുന്ന ഓരോ വാക്കും, ഓരോ ഭാവവും, ഓരോ പ്രതികരണവും വിത്തുകളാണ്. ആ വിത്തുകൾ എന്താകുമെന്ന് നിശ്ചയിക്കുന്നത് അവനെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ലോകമാണ്. അതുകൊണ്ട് ദ സീക്രട്ട് പറയുന്ന ലോ ഓഫ് അട്രാക്ഷൻ കുട്ടികളുടെ ജീവിതത്തിൽ അത്രമേൽ ശക്തമായി പ്രവർത്തിക്കുന്നു. ആദ്യകാലങ്ങളിൽ കുട്ടികൾ ചിന്തിക്കുന്നതല്ല അവരുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നത്, അവർ കേൾക്കുന്നതും അനുഭവിക്കുന്നതും ആണ്. നിനക്ക് പറ്റും എന്ന വാക്ക്, നീ എപ്പോഴും ഇങ്ങനെയാണ് എന്ന കുറ്റപ്പെടുത്തൽ, ഇതുകൊണ്ട് നിനക്ക് ഭാവിയില്ല എന്ന ഭീഷണി, ഇവയെല്ലാം കുട്ടിയുടെ ഉള്ളിൽ പതിയുന്ന സന്ദേശങ്ങളാണ്. കുട്ടികൾ അവയെ ചോദ്യം ചെയ്യില്ല. അവർ അവയെ സത്യമെന്ന പോലെ സ്വീകരിക്കും. കാരണം അവർ വിശ്വസിക്കുന്ന ആളുകളാണ് ഇതെല്ലാം പറയുന്നത്: മാതാപിതാക്കൾ, അധ്യാപകർ, മുതിർന്നവർ. ദ സീക്രട്ട് പറയുന്നത് ചിന്തകൾ ആകർഷണ ശക്തിയുള്ളവയാണെന്നാണ്. എന്നാൽ കുട്ടികളുടെ കാര്യത്തിൽ ഇത് അതിലും ആഴത്തിലുള്ളതാണ്. കുട്ടികളുടെ മനസ്സ് ചുറ്റുമുള്ള എല്ലാം പ്രതിഫലിപ്പിക്കുന്ന ഒരു കണ്ണാടി പോലെയാണ്. അവർ കാണുന്നതും കേൾക്കുന്നതും തന്നെയാണ് അവർ തങ്ങളുടെ ഉള്ളിലേക്ക് ആകർഷിക്കുന്നത്. വീട്ടിൽ സ്ഥിരമായി അവർ നേരിടുന്നത് ആശങ്കകളാണെങ്കിൽ അവരുടെ മനസ്സ് ലോകത്തെ ഒരു അപകട സ്ഥലമായി കാണാൻ തുടങ്ങും. വീട്ടിൽ വിശ്വാസവും പ്രതീക്ഷയും ഉണ്ടെങ്കിൽ ലോകം അവർക്ക് അവസരങ്ങളുടെ സ്ഥലമാകും. ഇന്നത്തെ വിദ്യാഭ്യാസ സംവിധാനം കുട്ടികളെ ചെറുപ്പത്തിലെ മത്സരത്തിലേക്ക് തള്ളിവിടുന്നു. മാർക്ക്, റാങ്ക്, താരതമ്യം, ഇവയാണ് കുട്ടിയുടെ മൂല്യം അളക്കുന്ന മാനദണ്ഡങ്ങൾ. അവനെപ്പോലെ ആയാൽ മതി, ഇത്ര മാർക്ക് കിട്ടിയാൽ മാത്രമേ നീ നല്ല കുട്ടിയാകൂ എന്ന വാക്കുകൾ സ്നേഹത്തിൽ പൊതിഞ്ഞു കുട്ടിയുടെ മനസ്സിലേക്ക് കയറ്റിവിടുന്നു. പിന്നീട് കുട്ടി നേരിടുന്നത് യഥാർത്ഥമായ കാര്യങ്ങളല്ല, പരാജയ ഭീതിയാണ്. ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ പ്രവർത്തിക്കുന്ന സ്ഥലം. അവർ സ്വയം പരാജിതനായി കാണാൻ തുടങ്ങുമ്പോൾ അവരുടെ തീരുമാനങ്ങളും ശ്രമങ്ങളും അതിനനുസരിച്ച് ചുരുങ്ങുന്നു. പരാജയം കുട്ടികളെ ഭയപ്പെടുത്തുന്നത് പരീക്ഷയിലൂടെയല്ല, പരാജയത്തെക്കുറിച്ചുള്ള മുതിർന്നവരുടെ പ്രതികരണങ്ങളിലൂടെയാണ്.
ഒരു പരീക്ഷയിൽ കുറവ് മാർക്ക് കിട്ടിയപ്പോൾ മാതാപിതാക്കളുടെ മുഖത്ത് കാണുന്ന നിരാശ, ശബ്ദത്തിൽ വരുന്ന കടുപ്പം, വീട്ടിലെ അന്തരീക്ഷത്തിൽ പടരുന്ന മൗനം, ഇവയെല്ലാം കുട്ടികൾക്ക് ഒരൊറ്റ സന്ദേശമാണ് നൽകുന്നത്: നീ അത്ര പോരാ. ഈ സന്ദേശം ആവർത്തിക്കപ്പെടുമ്പോൾ കുട്ടി അത് തൻ്റെ തിരിച്ചറിയലാക്കി മാറ്റുന്നു. പിന്നീട് അവൻ എത്ര ശ്രമിച്ചാലും ഉള്ളിലെ ഈ ശബ്ദം അവനെ തടയുന്നു. ദ സീക്രട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരു പ്രധാന സത്യം ഇതാണ്: നമ്മൾ ശ്രദ്ധിക്കുന്നതും വിശ്വസിക്കുന്നതുമാണ് നമുക്കുള്ളിൽ വളരുന്നത്. ഒരു കുട്ടിയുടെ കുറവുകൾ മാത്രം നിരന്തരം ചൂണ്ടിക്കാണിക്കുന്ന വീട്ടിൽ ആ കുറവുകളാണ് വളരുന്നത്. അതേസമയം ശ്രമങ്ങളെ അംഗീകരിക്കുന്ന, ചെറിയ പുരോഗതികളെ വിലമതിക്കുന്ന വീട്ടിൽ ആത്മവിശ്വാസമാണ് വളരുന്നത്. ഇതിന് വലിയ പ്രസംഗങ്ങൾ വേണ്ട, ചെറിയ വാക്കുകൾ മതി. നീ ശ്രമിച്ചു, അതാണ് പ്രധാനം എന്ന ഒരു വാചകം ഒരു കുട്ടിയുടെ മനസ്സിൽ വിതയ്ക്കുന്ന വിശ്വാസത്തിന്റെ വിത്ത് അവന്റെ ജീവിതം മുഴുവൻ മികച്ച ഫലങ്ങൾ നൽകുന്നു. മാതാപിതാക്കൾ പലപ്പോഴും പറയുന്നു, ഞങ്ങൾ കുട്ടിയുടെ നല്ലതിനു വേണ്ടിയല്ലേ പറയുന്നത്. ഉദ്ദേശം നല്ലതാകാം, പക്ഷേ ലോ ഓഫ് അട്രാക്ഷൻ ഉദ്ദേശത്തെക്കാൾ കൂടുതൽ മനോഭാവത്തോടാണ് പ്രതികരിക്കുന്നത്. ഭയം നിറഞ്ഞ ഉപദേശം ഭയം തന്നെയാണ് ഉണ്ടാക്കുക. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നീ തോറ്റുപോകും എന്ന മുന്നറിയിപ്പ് കുട്ടിയുടെ മനസ്സിൽ തോൽവിയുടെ ചിത്രം തന്നെയാണ് സൃഷ്ടിക്കുന്നത്. അതിനു പകരം ഇങ്ങനെ ചെയ്താൽ നിനക്ക് മുന്നോട്ടു പോകാം എന്ന പ്രതീക്ഷ നൽകുന്ന സമീപനം മറ്റൊരു അനുകൂലമായ ഫലം സൃഷ്ടിക്കും. കുട്ടികളുടെ മനസ്സിൽ ഏറ്റവും ശക്തമായ ആകർഷണം ഉണ്ടാകുന്നത് അവർ സ്വയം പറയുന്ന വാക്കുകളിലൂടെയാണ്. ഈ ഇന്നർ വോയിസ് അവർക്ക് പിറവിയിൽ തന്നെ ഉണ്ടാകുന്നതല്ല, അത് അവർ കേട്ട വാക്കുകളുടെ പുനരാവർത്തനമാണ്. എനിക്ക് പറ്റില്ല, ഞാൻ മണ്ടനാണ്, എനിക്ക് ഭാഗ്യമില്ല, ഇവ കുട്ടികൾ സ്വയം കണ്ടുപിടിച്ച വാക്യങ്ങളല്ല. അവ സമൂഹത്തിൽ നിന്ന്, വീട്ടിൽ നിന്ന്, സ്കൂളിൽ നിന്ന് ഏറ്റെടുത്തതാണ്. ദ സീക്രട്ട് ഇവിടെ നമ്മോട് ചോദിക്കുന്നു, ഈ ചിന്തകൾ മാറ്റിയാൽ ജീവിതം മാറില്ലേ? ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പത്ത് മാർക്കോ മെഡലോ അല്ല, അത് സ്വയം വിശ്വസിക്കുന്ന മനസ്സാണ്. ഈ വിശ്വാസമുണ്ടെങ്കിൽ അവൻ പരാജയങ്ങളെ താൽക്കാലികമായി കാണും, ഇല്ലെങ്കിൽ ചെറിയ തടസ്സങ്ങൾ പോലും അവനെ പിന്നോട്ട് വലിക്കും. ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം ആത്മവിശ്വാസമുള്ള കുട്ടി അവസരങ്ങൾ കാണും, ആത്മവിശ്വാസമില്ലാത്ത കുട്ടി അപകടങ്ങൾ മാത്രം കാണും. ലോകം ഒരുപോലെയായിരിക്കും, പക്ഷേ ഓരോരുത്തരുടെയും ആകർഷണം വ്യത്യസ്തമായിരിക്കും. ഇവിടെ മാതാപിതാക്കൾ ഒരു പ്രധാന സത്യം മനസ്സിലാക്കണം: നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും തന്നെയാണ് കുട്ടികൾ പ്രതിഫലിപ്പിക്കുന്നത്. നിങ്ങൾ ഭയത്തോടെ ജീവിതത്തെ കാണുന്ന ആളാണെങ്കിൽ കുട്ടിയും ലോകത്തെ ഭയത്തോടെ കാണാൻ പഠിക്കും. നിങ്ങൾ പ്രശ്നങ്ങളെ പ്രതിസന്ധികളായി മാത്രം കാണുന്നവനാണെങ്കിൽ കുട്ടിയും അങ്ങനെ തന്നെയാകും. ലോ ഓഫ് അട്രാക്ഷൻ വാക്കുകളിലല്ല, മനോഭാവങ്ങളിലാണ് കൂടുതൽ ശക്തിയായി പ്രവർത്തിക്കുന്നത്. കുട്ടിയുടെ ഭാവി സ്കൂളിൽ മാത്രം നിർമ്മിക്കപ്പെടുന്നില്ല, അത് വീടിന്റെ അന്തരീക്ഷത്തിൽ, അടുക്കളയിലെ സംഭാഷണങ്ങളിൽ, പഠനമേശയ്ക്കരികിലെ പ്രതികരണങ്ങളിൽ, പരാജയങ്ങൾക്ക് പിന്നാലെയുള്ള നിശബ്ദതകളിൽ നിർമ്മിക്കപ്പെടുന്നു. ദ സീക്രട്ട് ഇതിനെ അത്ഭുതമായി കാണുന്നില്ല, അത് സ്വാഭാവികമായ ഒരു നിയമമായി മാത്രമാണ് കാണുന്നത്. നിങ്ങൾ എന്താണ് നിരന്തരം പ്രസരിപ്പിക്കുന്നത്, അതാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്. ഈ ചിന്താധാര വിദ്യാർത്ഥിയുടെ ഉള്ളിലേക്ക് എങ്ങനെ കടക്കുന്നു? എനിക്ക് കഴിയും എന്ന വിശ്വാസം എങ്ങനെ അവന്റെ ഏറ്റവും വലിയ ശക്തിയാകുന്നു? പരീക്ഷയും ജീവിതവും തമ്മിലുള്ള ബന്ധം എങ്ങനെ മാറുന്നു എന്നതിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. കാരണം ഒരു കുട്ടി സ്വയം വിശ്വസിക്കാൻ തുടങ്ങിയാൽ അവന്റെ ഭാവി ഇതിനകം തന്നെ വഴിമാറിയിരിക്കും. കുട്ടിയുടെ മനസ്സ് ഒരു തോട്ടമാണ്. അവിടെ നിങ്ങൾ വിതയ്ക്കുന്നത് ഭയമാണെങ്കിൽ കൊയ്യുന്നതും ഭയമായിരിക്കും. അവിടെ നിങ്ങൾ വിതയ്ക്കുന്നത് വിശ്വാസമാണെങ്കിൽ വളരുന്നത് ഒരു ആത്മവിശ്വാസമുള്ള വ്യക്തി തന്നെയാകും. എനിക്ക് കഴിയും എന്ന വിശ്വാസം വിദ്യാർത്ഥിയുടെ ഏറ്റവും വലിയ ശക്തി. വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ നിമിഷങ്ങൾ പരീക്ഷാ ഹാളിലോ ക്ലാസ് മുറിയിലോ മാത്രം ഉണ്ടാകുന്നതല്ല. അവർ പുസ്തകം തുറക്കുന്നതിന് മുമ്പ് തന്നെ അവന്റെ മനസ്സിനുള്ളിൽ ഒരു ചോദ്യം ഉയരുന്നു: എനിക്ക് ഇത് സാധിക്കുമോ? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്ന രീതിയാണ് അവരുടെ ഭാവിശ്രമങ്ങളെ നിശ്ചയിക്കുന്നത്. ദ സീക്രട്ട് പറയുന്ന ലോ ഓഫ് അട്രാക്ഷൻ ഇവിടെ വളരെ നിശബ്ദമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. വിദ്യാർത്ഥികൾ സ്വയം വിശ്വസിക്കുമ്പോൾ അവരുടെ ചിന്തകളും വികാരങ്ങളും പ്രവർത്തനങ്ങളും
ഒരേ ദിശയിലേക്കാണ് നീങ്ങുന്നത്. അതിൻ്റെ ഫലം അവർക്ക് തന്നെ അത്ഭുതമായി തോന്നുന്ന നേട്ടങ്ങളായിരിക്കും. പല വിദ്യാർത്ഥികളും പരാജയപ്പെടുന്നത് പഠിക്കാൻ ബുദ്ധിയില്ലാത്തതിനാലല്ല, അവർ പഠനം തുടങ്ങുന്നതിനു മുമ്പ് തന്നെ ഉള്ളിൽ ഒരു തോൽവി ചിത്രീകരിക്കുന്നത് കൊണ്ടാണ്. ഇതെനിക്ക് പറ്റില്ല, മറ്റുള്ളവർ എന്നേക്കാൾ ബുദ്ധിമാന്മാരാണ്, ഞാൻ അവസാന നിമിഷം വരെ പഠിച്ചാലും ഒരു ഫലവും ഉണ്ടാകില്ല. ഇത്തരത്തിലുള്ള ചിന്തകൾ പഠനത്തിനു മുമ്പേ വിദ്യാർത്ഥിയുടെ ഊർജം ചോർത്തുന്നു. ദ സീക്രട്ട് ഇതിനെ നെഗറ്റീവ് വിഷ്വലൈസേഷൻ എന്നാണ് വിളിക്കുന്നത്. മനസ്സ് പരാജയത്തെ മുമ്പിൽ കാണുമ്പോൾ ശരീരം അതിനായി ശ്രമിക്കാനുള്ള ഉത്സാഹത്തെ നഷ്ടപ്പെടുത്തുന്നു. വിദ്യാർത്ഥികൾ പലപ്പോഴും ഒരു വലിയ തെറ്റിദ്ധാരണയിൽ ജീവിക്കുന്നു. ആത്മവിശ്വാസം എന്നത് ജന്മസിദ്ധമായ ഒന്നാണെന്ന തെറ്റിദ്ധാരണ. എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. ആത്മവിശ്വാസം രൂപപ്പെടുന്നത് ആവർത്തനങ്ങളിലൂടെയാണ്. കുട്ടികൾ ഒരു ചെറിയ വിജയം അനുഭവിക്കുമ്പോൾ അവരുടെ മനസ്സ് അത് രേഖപ്പെടുത്തുന്നു. അതുപോലെ ഓരോ പരാജയവും അവർ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത്. ഇത് എൻ്റെ കഴിവില്ലായ്മയാണ് എന്നവൻ വിശ്വസിച്ചാൽ ആ വിശ്വാസം അടുത്ത ശ്രമത്തെ തടയും. ഇത് ഒരു അനുഭവമാണ് എന്ന് അവർ കരുതിയാൽ അതേ പരാജയം അവരെ മുന്നോട്ട് നയിക്കും. ദ സീക്രട്ട് പറയുന്ന ഒരു പ്രധാന ആശയം ഇതാണ്: നിങ്ങൾ എന്താണ് ആവർത്തിച്ചു ചിന്തിക്കുന്നത് അത് നിങ്ങളാകാൻ തുടങ്ങുന്നു. ഒരു വിദ്യാർത്ഥി ദിവസം തോറും സ്വയം കുറച്ചു കാണിക്കാൻ തുടങ്ങുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു പരാജിതനെന്ന തിരിച്ചറിയൽ രൂപപ്പെടുന്നു. പിന്നീട് അവൻ വിജയിച്ചാലും ആ വിജയത്തെ ഭാഗ്യമായി മാത്രം കാണും. പക്ഷേ എനിക്ക് കഴിയും എന്ന ചിന്ത ആവർത്തിക്കപ്പെടുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു സ്ഥിരത രൂപപ്പെടുന്നു. പരീക്ഷയുടെ ഫലം എന്തായാലും അവൻ തളരുന്നില്ല. കാരണം അവൻ ഫലത്തേക്കാൾ തൻ്റെ കഴിവിനും ശ്രമത്തിനുമാണ് പ്രാധാന്യം നൽകിയത്. ഇന്നത്തെ വിദ്യാഭ്യാസ സംവിധാനം വിദ്യാർത്ഥികളെ നിരന്തരം താരതമ്യം ചെയ്യുന്നു. റാങ്കുകൾ, ടോപ്പേഴ്സ്, മോഡൽ വിദ്യാർത്ഥികൾ ഇവയെല്ലാം കുട്ടികളുടെ മുന്നിൽ വെച്ച് ഒരാളെ മറ്റൊരാളുമായി താരതമ്യം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നു. ഇതിന്റെ ഫലമായി പല കുട്ടികളും സ്വന്തം വളർച്ച കാണാതെ മറ്റുള്ളവരുടെ നേട്ടങ്ങളുമായി താരതമ്യം ചെയ്യുന്നു. ദ സീക്രട്ട് ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു ലളിതമായ സത്യം മാത്രമാണ്: നിങ്ങളുടെ ശ്രദ്ധ എവിടെയാണോ നിങ്ങളുടെ ഊർജവും അവിടെയാണ്. മറ്റുള്ളവരുടെ വിജയം നോക്കി നിൽക്കുന്ന വിദ്യാർത്ഥി തൻ്റെ കഴിവുകളെ അവഗണിക്കാൻ തുടങ്ങുന്നു. എനിക്ക് കഴിയും എന്ന വിശ്വാസം ഒരൊറ്റ വാക്കല്ല, അത് ഒരു മാനസിക പരിശീലനമാണ്. പരീക്ഷയ്ക്ക് മുമ്പ് വിദ്യാർത്ഥികൾ പേടിയോടെ ചിന്തിക്കുമ്പോൾ അവരുടെ ശരീരം അതിനെ ഭീഷണിയായി കാണുന്നു. ഹൃദയമിടിപ്പ് കൂടുന്നു, ശ്രദ്ധ ചിതറുന്നു, ഓർമ്മശക്തി താൽക്കാലികമായി മങ്ങുന്നു. അതേസമയം അവർ മനസ്സിൽ തന്നെ ശാന്തമായി ഞാൻ തയ്യാറാണ്, ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ശരീരം സഹകരിക്കാൻ തുടങ്ങുന്നു. ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം ഈ ശാന്തത തന്നെയാണ് നല്ല പ്രകടനത്തെ ആകർഷിക്കുന്നത്. പഠനത്തിൽ സ്ഥിരത ഉണ്ടാകുന്നത് വലിയ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടല്ല, ചെറിയ കൈവരിക്കാവുന്ന ലക്ഷ്യങ്ങളിലൂടെയാണ്. ഒരു വിദ്യാർത്ഥി ഇന്നൊരു അധ്യായം പഠിച്ചു തീർക്കുമെന്ന് തീരുമാനിക്കുമ്പോൾ അത് പൂർത്തിയാക്കിയാൽ അവൻ്റെ ഉള്ളിൽ ചെറിയൊരു വിജയം ജനിക്കുന്നു. ഈ ചെറിയ വിജയങ്ങളാണ് എനിക്ക് കഴിയും എന്ന വിശ്വാസത്തെ ശക്തമാക്കുന്നത്. ദ സീക്രട്ട് ഇതിനെ പോസിറ്റീവ് മൊമെന്റം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഒരു നല്ല ചിന്ത മറ്റൊരു നല്ല ചിന്തയെ ആകർഷിക്കുന്നു. മാതാപിതാക്കളും അധ്യാപകരും ഇവിടെ നിർണായക പങ്കാണ് വഹിക്കുന്നത്. ഒരു കുട്ടി തൻ്റെ കഴിവിനനുസരിച്ച് സംശയാലുവായി നിൽക്കുമ്പോൾ അവന് നൽകുന്ന ഒരു വിശ്വാസവാക്ക് അവൻ്റെ മനസ്സിൽ വലിയ മാറ്റം സൃഷ്ടിക്കാം. നീ ശ്രമിക്കുന്നതു ഞാൻ കാണുന്നു എന്ന ഒരു വാചകം, നിനക്ക് കഴിയും എന്ന ഉറപ്പ്. ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം ഒരു പുതിയ ചിന്താധാരയെ അവൻ്റെ ഉള്ളിലേക്ക് ക്ഷണിക്കുന്നു. ഇത് വെറും പ്രോത്സാഹനമല്ല, അത് ഒരു മാനസിക ദിശാമാറ്റമാണ്. വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം ഇതാണ്: ആത്മവിശ്വാസം എന്നത് ഭയമില്ലായ്മയല്ല, ഭയമുണ്ടായിട്ടും മുന്നോട്ടു പോകാനുള്ള തീരുമാനമാണ്. എനിക്ക് പേടിയുണ്ട്, പക്ഷെ ഞാൻ ശ്രമിക്കും എന്ന ചിന്ത. എനിക്ക് പറ്റില്ല എന്ന ചിന്തയേക്കാൾ ഇത് ശക്തമാണ്. ദ സീക്രട്ട് നമ്മെ പഠിപ്പിക്കുന്നത് ഭയത്തെ നിഷേധിക്കാനല്ല, അതിനെ മറികടക്കുന്ന ഒരു വിശ്വാസം വളർത്താനാണ്. ഇപ്പോൾ ഒരു ചിത്രം മനസ്സിൽ സൂക്ഷിക്കാം. ഒരു വിദ്യാർത്ഥി പുസ്തകം തുറക്കുന്നു. പുറത്തുള്ള ലോകം അവനോട് ഒന്നും വാഗ്ദാനം ചെയ്യുന്നില്ല. പക്ഷേ അവൻ്റെ ഉള്ളിൽ ഒരു ശബ്ദമുണ്ട്: എനിക്ക് കഴിയും. ഈ ശബ്ദം ശക്തമായാൽ അവൻ്റെ ശ്രമങ്ങൾ മാറും.
ശ്രമങ്ങൾ മാറുമ്പോൾ ഫലങ്ങളും മാറും. ലോ ഓഫ് അട്രാക്ഷൻ അത്ഭുതം സൃഷ്ടിക്കുന്നില്ല, അത് ചിന്തയും പ്രവൃത്തിയും ഒരേ ദിശയിലാക്കുന്നു. അതാണ് യഥാർത്ഥ ശക്തി. ഇനി ഈ വിശ്വാസം എങ്ങനെ ദൈനംദിന ശീലങ്ങളായി മാറുന്നു എന്ന് നമുക്ക് നോക്കാം. ചെറിയ ചിന്തകൾ വലിയ ജീവിത മാറ്റങ്ങളായി മാറുന്ന വഴി എന്താണ് എന്നതിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. കാരണം വിശ്വാസം ഉണ്ടാകുന്നത് തുടക്കമാണ്, അത് ശീലമാകുമ്പോഴാണ് ജീവിതം മാറുന്നത്. ചിന്തയിൽ നിന്ന് ശീലത്തിലേക്ക് ചെറിയ മാറ്റങ്ങൾ, വലിയ ജീവിതം. ഒരു വിദ്യാർത്ഥിയോ ഒരു വ്യക്തിയോ എനിക്ക് കഴിയും എന്ന് ഒരിക്കൽ വിശ്വസിച്ചാൽ അതോടെ ജീവിതം മാറുന്നില്ല. വിശ്വാസം ഒരു തുടക്കം മാത്രമാണ്. പക്ഷേ ആ വിശ്വാസം ദിവസേന ആവർത്തിക്കുന്ന പ്രവൃത്തികളായി മാറുമ്പോഴാണ് യഥാർത്ഥ മാറ്റം തുടങ്ങുന്നത്. ദ സീക്രട്ട് നമ്മോട് പറയുന്നത് ചിന്തകളുടെ ശക്തിയെക്കുറിച്ചാണെങ്കിൽ അറ്റോമിക് ഹാബിറ്റ്സ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതിലും പ്രായോഗികമായ ഒരു സത്യമാണ്. ചിന്തകൾ മാത്രം പോരാ, അവ ശീലങ്ങളായി മാറണം. പലർക്കും ജീവിതത്തിൽ മാറ്റം വരാത്തത് ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല. അവർക്ക് നല്ല ജീവിതം വേണം, വിജയിക്കണം, സന്തോഷം നേടണം. പക്ഷെ അവരുടെ ദിനചര്യ അതേപടി തുടരുന്നു. ഇന്നും ഇന്നലെയും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ലെങ്കിൽ നാളെ മാറുമെന്ന് പ്രതീക്ഷിക്കുന്നത് വെറും സ്വപ്നമായിരിക്കും. അറ്റോമിക് ഹാബിറ്റ്സ് ഇവിടെ ഒരു കഠിന സത്യം പറയുന്നു. നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളുടെ പ്രതിഫലനമല്ല, നിങ്ങളുടെ ശീലങ്ങളുടെ പ്രതിഫലനമാണ്. ദ സീക്രട്ട് പറയുന്ന ലോ ഓഫ് അട്രാക്ഷൻ അനുസരിച്ച് നിങ്ങൾ എന്തിലാണ് ശ്രദ്ധ കൊടുക്കുന്നത് അതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരുന്നത്. എന്നാൽ അറ്റോമിക് ഹാബിറ്റ്സ് ഇത് ഒരു പടി കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നു. നിങ്ങൾ എന്താണ് ആവർത്തിച്ച് ചെയ്യുന്നത് അതാണ് നിങ്ങളെ നിങ്ങളാക്കുന്നത്. ഒരു വിദ്യാർത്ഥി ദിവസേന നാളെ പഠിക്കാം എന്ന് ചിന്തിക്കുമ്പോൾ അവൻ അലസതയെ ആകർഷിക്കുകയല്ല, അവൻ അലസതയുടെ ശീലമാണ് നിർമ്മിക്കുന്നത്. അതേസമയം ദിവസേന 10 മിനിറ്റെങ്കിലും പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി വലിയ കുതിപ്പുകൾ ഒന്നും കാണിക്കാത്തതുപോലെ തോന്നിയാലും തൻ്റെ ഭാവി പതുക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. വലിയ മാറ്റങ്ങൾ ഒരൊറ്റ ദിവസത്തിൽ സംഭവിക്കുമെന്ന വിശ്വാസം തന്നെയാണ് പലരെയും പരാജയപ്പെടുത്തുന്നത്. നാളെ മുതൽ എല്ലാം ശരിയാക്കാം, നാളെ മുതൽ കഠിനാധ്വാനം ചെയ്യാം എന്ന ചിന്ത കേൾക്കാൻ നല്ലതാണ്. പക്ഷേ അറ്റോമിക് ഹാബിറ്റ്സ് നമ്മോട് പറയുന്നത് ജീവിതം മാറുന്നത് നാളെയല്ല, ഇന്ന് ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ കൊണ്ടാണെന്നാണ്. ദ സീക്രട്ടിലെ ആകർഷണ ശക്തി ഇവിടെ പ്രവർത്തിക്കുന്നത് നിശബ്ദമായാണ്. ചെറിയ ശീലങ്ങൾ നല്ല ചിന്തകളെ ആകർഷിക്കും, നല്ല ചിന്തകൾ വീണ്ടും ശീലങ്ങളെ ശക്തമാക്കും. ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥിയുടെ ദിനചര്യ ശ്രദ്ധിച്ചാൽ അവിടെ ഒരു രീതി കാണാം. എഴുന്നേൽക്കുന്നത്, മൊബൈൽ എടുക്കുന്നത്, പഠനം മാറ്റിവെക്കുന്നത്, അവസാന നിമിഷത്തെ ഓട്ടം. ഇതൊക്കെ ആകസ്മികമല്ല, ഇവയാണ് അവൻ്റെ നിലവിലെ തിരിച്ചറിയൽ. അറ്റോമിക് ഹാബിറ്റ്സ് ഇതിനെ ഐഡന്റിറ്റി ബേസ്ഡ് ഹാബിറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. ഞാൻ അലസനാണ് എന്ന് ഒരാൾ വിശ്വസിച്ചാൽ അവൻ്റെ ഓരോ പ്രവൃത്തിയും ആ വിശ്വാസത്തെ സംരക്ഷിക്കും. ദ സീക്രട്ട് ഇവിടെ പറയുന്നത് അതേ കാര്യമാണ്. നിങ്ങൾ സ്വയം എന്തായി കാണുന്നുവോ അതിനെയാണ് നിങ്ങൾ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നത്. മാറ്റം തുടങ്ങേണ്ടത് വലിയ തീരുമാനങ്ങളിലല്ല, തിരിച്ചറിയലിലെ ചെറിയ മാറ്റത്തിലാണ്. എനിക്ക് ടോപ്പർ ആകണം എന്ന ലക്ഷ്യത്തേക്കാൾ ശക്തമാണ് ഞാൻ ദിവസേന പഠിക്കുന്ന ആളാണ് എന്ന തിരിച്ചറിയൽ. ഒരു വിദ്യാർത്ഥി ഈ വാചകം തൻ്റെ ഉള്ളിൽ പതുക്കെ ആവർത്തിക്കാൻ തുടങ്ങിയാൽ അവൻ്റെ പ്രവൃത്തികൾ മാറാൻ തുടങ്ങും. ആദ്യം 10 മിനിറ്റ്, പിന്നെ 20 മിനിറ്റ്. ഇത് ചെറുതായി തോന്നാം, പക്ഷേ അറ്റോമിക് ഹാബിറ്റ്സ് പറയുന്നത് പോലെ 1% മെച്ചപ്പെടൽ ദിവസേന ഉണ്ടെങ്കിൽ 1 വർഷം കഴിഞ്ഞാൽ അതിൻ്റെ ഫലം അതിശയകരമായിരിക്കും. ദ സീക്രട്ടിലെ വിഷ്വലൈസേഷൻ എന്ന ആശയം ഇവിടെ പ്രായോഗികമായി ഉപയോഗിക്കാം. ഒരു വിദ്യാർത്ഥി ദിവസേന പഠിക്കാനിരിക്കുന്നതിനു മുമ്പ് ഞാൻ പഠിക്കുന്ന ആളാണ് എന്ന ചിത്രം മനസ്സിൽ കാണുമ്പോൾ അതവൻ്റെ ശീലത്തെ പിന്തുണയ്ക്കുന്ന ഊർജം സൃഷ്ടിക്കുന്നു. പക്ഷേ ആ വിഷ്വലൈസേഷൻ പ്രവൃത്തിയില്ലാതെ നിൽക്കുമ്പോൾ വെറും സ്വപ്നം മാത്രമാകും. അറ്റോമിക് ഹാബിറ്റ്സ് നമ്മെ യാഥാർത്ഥ്യത്തോട് ചേർത്ത് നിർത്തുന്നു. ചിന്തകൾക്ക് പിന്നാലെ ഉടൻ ഒരു ചെറിയ പ്രവൃത്തി കൂടി വേണം. പലരും ശീലങ്ങൾ മാറ്റാൻ ശ്രമിക്കുമ്പോൾ തളരുന്നത് അവർ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് മാറ്റാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. പഠനരീതി, ഉറക്കത്തിന്റെ സമയം, മൊബൈൽ ഉപയോഗം, ഭക്ഷണം എല്ലാം ഒരേ ദിവസം ശരിയാക്കണമെന്ന് അവർ തീരുമാനിക്കുന്നു.
കുറച്ച് ദിവസം കഴിഞ്ഞാൽ പഴയ ജീവിതത്തിലേക്ക് തന്നെ മടങ്ങുന്നു. അറ്റോമിക് ഹാബിറ്റ്സ് ഇതിനെ പറയുന്നത് ഒരു ലളിതമായ നിയമത്തിലൂടെയാണ്. ശീലങ്ങൾ എളുപ്പമാക്കണം. ദ സീക്രട്ട് ഇതിനെ പിന്തുണയ്ക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളിലാണ് മനസ്സ് പോസിറ്റീവ് ഊർജം നിലനിർത്തുന്നത്. ഒരു വിദ്യാർത്ഥിക്ക് ദിവസേന 2 മണിക്കൂർ പഠിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിനെ പരാജയമായി കാണേണ്ടതില്ല. 5 മിനിറ്റ് പോലും പഠിക്കാമെങ്കിൽ അതാണ് തുടക്കം. ആ 5 മിനിറ്റ് എനിക്കും കഴിയും എന്ന വിശ്വാസത്തെ വീണ്ടും വീണ്ടും ഉറപ്പിക്കും. ഈ ചെറിയ വിജയങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം കൂടുതൽ വിജയങ്ങളെ ആകർഷിക്കും. ഇതാണ് ചിന്തയും ശീലവും തമ്മിലുള്ള നിശബ്ദ കൂട്ടുകെട്ട്. ജീവിതം മാറ്റാൻ വലിയ പ്രചോദനങ്ങൾ ആവശ്യമില്ല. ചെറിയ സ്ഥിരമായ പ്രവൃത്തികൾ മതി. ദ സീക്രട്ട് നമ്മെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്നു. അറ്റോമിക് ഹാബിറ്റ്സ് ആ സ്വപ്നത്തിലേക്ക് നടക്കാനുള്ള വഴിയാണ് കാണിക്കുന്നത്. ഇവ ഒരുമിച്ച് ചേർന്നാൽ ജീവിതത്തെ യഥാർത്ഥത്തിൽ മാറ്റുന്ന ഒരു ശക്തിയായി അത് മാറും. നിങ്ങൾ ഇന്നു ചെയ്യുന്ന ചെറിയ പ്രവൃത്തി നിസ്സാരമാണെന്ന് തോന്നാം, പക്ഷേ അത് നാളെ നിങ്ങളാകുന്ന മനുഷ്യന്റെ അടിത്തറയാകാം. ചിന്ത ശരിയായാൽ ദിശ ശരിയാകും. ശീലങ്ങൾ ശരിയായാൽ ജീവിതം തന്നെ ശരിയാകും. ഈ ശീലങ്ങൾ പരിസരത്തെയും ബന്ധങ്ങളെയും എങ്ങനെ ശക്തിപ്പെടുത്തുന്നു എന്ന് നോക്കാം. വീട്ടിലെ അന്തരീക്ഷം, സുഹൃത്തുക്കൾ, സമൂഹം എന്നിവ നമ്മുടെ ലോ ഓഫ് അട്രാക്ഷനെയും ഹാബിറ്റ്സിനെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. പരിസരത്തിന്റെ ശക്തി. നിങ്ങൾ ജീവിക്കുന്ന ലോകം നിങ്ങളെ നിർമ്മിക്കുമ്പോൾ. ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തെ പൂർണ്ണമായി നിയന്ത്രിക്കുന്നുവെന്ന് കരുതുന്നത് പലപ്പോഴും ഒരു തെറ്റിദ്ധാരണയാണ്. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ വലിയൊരു പങ്കും ബോധപൂർവമായ ചിന്തകളിൽ നിന്നല്ല, നമ്മൾ ജീവിക്കുന്ന പരിസരത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ദ സീക്രട്ട് നമ്മോട് പറയുന്നത് ചിന്തകളുടെ ഊർജം ലോകത്തെ ആകർഷിക്കുന്നു എന്നതാണ്. എന്നാൽ അറ്റോമിക് ഹാബിറ്റ്സ് ഒരു പ്രധാന സത്യം കൂടി വെളിപ്പെടുത്തുന്നു. നമ്മുടെ ചിന്തകളെ പലപ്പോഴും രൂപപ്പെടുത്തുന്നത് നമ്മുടെ പരിസരമാണ്. ഒരു വിദ്യാർത്ഥി പഠിക്കാനിരിക്കുമ്പോൾ അവന്റെ മേശയിൽ എന്തുണ്ട്, ചുറ്റും എന്ത് ശബ്ദങ്ങളുണ്ട്, കൈവശം എന്ത് ഉപകരണങ്ങളുണ്ട്, ഇവയെല്ലാം അവന്റെ ശ്രദ്ധയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നത് പ്രധാനമാണ്. മൊബൈൽ ഫോൺ തുറന്ന മേശയിൽ കിടക്കുമ്പോൾ ഇന്ന് പഠിക്കാം എന്ന ചിന്ത എത്ര ശക്തമായാലും ശീലങ്ങൾ ആ ചിന്തയെ ദുർബലമാക്കും. അറ്റോമിക് ഹാബിറ്റ്സ് ഇതിനെ ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നു. തെറ്റായ ശീലങ്ങൾക്കുള്ള അന്തരീക്ഷം എളുപ്പത്തിൽ കിട്ടുമ്പോൾ നല്ല ശീലങ്ങൾ സ്വയം പിന്നോട്ടു പോകുന്നു. ദ സീക്രട്ട് ഇതിനെ മറ്റൊരു ഭാഷയിൽ പറയുന്നു: നിങ്ങൾ ഏത് ഊർജത്താലാണ് വലയം ചെയ്യപ്പെട്ടിരിക്കുന്നത്, അതാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ഒഴുകുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ വാക്കുകളേക്കാൾ ശക്തമായി പ്രതികരിക്കുന്നത് അന്തരീക്ഷത്തോടാണ്. വീട്ടിൽ സ്ഥിരം ആശങ്കകളും പരാതികളുമാണെങ്കിൽ കുട്ടിയുടെ മനസ്സ് അതിനെ സ്വാഭാവിക ജീവിത രീതിയായി സ്വീകരിക്കും. സന്തോഷം അപൂർവമാണെന്നും പ്രശ്നങ്ങളാണ് സാധാരണമെന്നും അവൻ വിശ്വസിക്കാൻ തുടങ്ങും. മറിച്ച് വീട്ടിൽ ചെറുതെങ്കിലും പോസിറ്റീവ് സംഭാഷണങ്ങൾ, പരസ്പര ബഹുമാനം, വിശ്വാസം എന്നിവയുണ്ടെങ്കിൽ കുട്ടി ലോകത്തെ ഒരു സൗഹാർദ്ദമുള്ള സ്ഥലമായി അംഗീകരിക്കും. അറ്റോമിക് ഹാബിറ്റ്സ് പറയുന്ന എൻവയൺമെന്റ് ഡിസൈൻ എന്ന ആശയം ഇവിടെ വളരെ പ്രാധാന്യമുള്ളതാണ്. ഒരു കുട്ടിക്ക് വായനാശീലം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ പുസ്തകം കുട്ടിയുടെ മുറിയിൽ എളുപ്പത്തിൽ കാണുന്ന സ്ഥലത്ത് വെച്ചാൽ, അവരുടെ മുന്നിലിരുന്ന് വായിച്ചാൽ അത് അവർക്ക് സ്വാഭാവികമായി ശീലമാകും. ദ സീക്രട്ട് പറയുന്ന ആകർഷണം ഇവിടെ പ്രവർത്തിക്കുന്നത് നിശബ്ദമായാണ്. കണ്ണിൽ പെടുന്ന കാര്യങ്ങളിലേക്കാണ് മനസ്സ് വീണ്ടും വീണ്ടും ആകർഷിക്കപ്പെടുന്നത്. സുഹൃത്തുക്കളും പരിസരത്തിന്റെ ഭാഗമാണ്. ഒരു വിദ്യാർത്ഥിക്കൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുന്ന കൂട്ടുകാർ അവന്റെ ചിന്തകളെയും സ്വപ്നങ്ങളെയും രൂപപ്പെടുത്തുന്നു. എല്ലാം നെഗറ്റീവായി കാണുന്ന, പരാജയത്തെ പരിഹസിക്കുന്ന, ശ്രമങ്ങളെ വിലമതിക്കാത്ത ഒരു കൂട്ടത്തിൽ നിൽക്കുന്ന കുട്ടി പതുക്കെ അതേ ഭാഷ തന്നെ സംസാരിക്കാൻ തുടങ്ങും. ദ സീക്രട്ട് പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ചിന്തകളോട് പൊരുത്തപ്പെടുന്ന ആളുകളെയാണ് ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നത്. അറ്റോമിക് ഹാബിറ്റ്സ് ഇതിനെ സാമൂഹിക ശീലങ്ങൾ എന്ന നിലയിലാണ് കാണുന്നത്. നമ്മൾ ചുറ്റുമുള്ളവരെ പോലെ പെരുമാറാൻ സ്വാഭാവികമായും ശ്രമിക്കുന്നു. മാറ്റം തുടങ്ങേണ്ടത് കുട്ടിയോട് നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കൂ എന്ന് പറയുന്നതിൽ മാത്രമല്ല, അവന് നല്ല കൂട്ടുകാർ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിലാണ്. വായനാ ക്ലബ്ബ്,
സ്പോർട്സ് ടീം, കലാപരിശീലനം ഇവയെല്ലാം നല്ല സൗഹൃദങ്ങൾക്കൊപ്പം നല്ല ശീലങ്ങൾ സാധാരണമാകുന്ന പരിസരങ്ങളാണ്. അറ്റോമിക് ഹാബിറ്റ്സ് പറയുന്നത് പോലെ ശരിയായ ശീലങ്ങൾ സാധാരണമാകുന്നൊരു സ്ഥലത്തെത്തിയാൽ വ്യക്തി സ്വയം മാറാതെ തന്നെ ശീലങ്ങൾ മാറും. ദ സീക്രട്ട് ഇതിനെ ഇങ്ങനെ കാണുന്നു: നിങ്ങൾ പോസിറ്റീവ് ഊർജമുള്ള ഇടങ്ങളിൽ നിൽക്കുമ്പോൾ അതേ ഊർജമാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത്. പരിസരം എന്നത് ഭൗതിക സ്ഥലം മാത്രമല്ല, മാധ്യമങ്ങളും വിവരങ്ങളും അതിൻ്റെ ഭാഗമാണ്. ഒരു വിദ്യാർത്ഥി ദിവസേന കാണുന്ന വീഡിയോകൾ, കേൾക്കുന്ന സംഭാഷണങ്ങൾ, സ്ക്രോളിംഗ് ചെയ്യുന്ന ഉള്ളടക്കം ഇവയെല്ലാം അവൻ്റെ മനസ്സിലേക്ക് സന്ദേശങ്ങൾ അയക്കുന്നു. ഭയം നിറഞ്ഞ വാർത്തകളും നിരാശ നിറഞ്ഞ സംഭാഷണങ്ങളും നിരന്തരം കാണുമ്പോൾ ലോകം അപകടകരമാണെന്ന് അവൻ വിശ്വസിക്കാൻ തുടങ്ങും. ദ സീക്രട്ട് പ്രകാരം ഈ വിശ്വാസം കൂടുതൽ ഭയത്തെ ആകർഷിക്കും. അറ്റോമിക് ഹാബിറ്റ്സ് പ്രകാരം ഈ കാണൽ ഒരു ശീലമായി മാറുമ്പോൾ മനസ്സ് അതിലേക്ക് ചുരുങ്ങിപ്പോകുന്നു. ഇവിടെ ഒരു ലളിതമായ സത്യം മനസ്സിലാക്കണം: ഒരാളുടെ ജീവിതം മാറാൻ അവനെ മാറ്റേണ്ടതില്ല, അവൻ്റെ ചുറ്റുപാടുകൾ മാറ്റിയാൽ മതി. പഠനമേശ വൃത്തിയാക്കുക, മൊബൈൽ മറ്റൊരു മുറിയിൽ വെക്കുക, ഉറക്കത്തിൻ്റെ സമയത്തിനു മുൻപ് സ്ക്രീൻ ഒഴിവാക്കുക, ഇവയെല്ലാം ചെറിയ കാര്യങ്ങളാണ്. പക്ഷേ അറ്റോമിക് ഹാബിറ്റ്സ് പറയുന്നത് പോലെ ചെറിയ മാറ്റങ്ങൾ വലിയ ഫലങ്ങൾ സൃഷ്ടിക്കും. ദ സീക്രട്ട് ഇതിനെ പിന്തുണയ്ക്കുന്നത് ഇങ്ങനെയാണ്: ശാന്തമായ ക്രമീകരിച്ച അന്തരീക്ഷം ശാന്തമായ ചിന്തകളെ ആകർഷിക്കും. ഇവിടെ ഒരു കാര്യത്തിൽ വ്യക്തത വരണം. നമ്മൾ പലപ്പോഴും സ്വയം കുറ്റപ്പെടുത്തുന്നു: എനിക്ക് മനസ്സുറപ്പില്ല, എനിക്ക് ശീലമില്ല. എന്നാൽ പലപ്പോഴും പ്രശ്നം നമ്മളല്ല, നമ്മൾ ജീവിക്കുന്ന പരിസരമാണ്. ശരിയായ പരിസരം ഉണ്ടെങ്കിൽ നല്ല ശീലങ്ങളും നല്ല ചിന്തകളും സ്വാഭാവികമായി വളരും. ഇപ്പറഞ്ഞതെല്ലാം ഒന്നിച്ചു ചേർന്ന് സന്തോഷവും അർത്ഥവും നിറഞ്ഞ ഒരു ജീവിതമായി മാറുന്നതെങ്ങനെ എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ലക്ഷ്യങ്ങളും ശീലങ്ങളും ആകർഷണവും ഒന്നാകുമ്പോൾ ജീവിതം വെറും വിജയമല്ല, സംതൃപ്തി നിറഞ്ഞ ജീവിതമാകും. വിജയത്തിനപ്പുറം സന്തോഷം, അർത്ഥമുള്ള ജീവിതത്തിലേക്ക്. പലർക്കും ജീവിതം വിജയത്തിനായുള്ള ഒരു ഓട്ടമാണ്. നല്ല മാർക്ക്, നല്ല ജോലി, നല്ല ശമ്പളം, നല്ല പേര് ഇവയെല്ലാം കിട്ടിയാൽ സന്തോഷം പിന്നാലെ വരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ ജീവിതം നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്: വിജയമുണ്ടായിട്ടും സന്തോഷമില്ലാത്ത മനുഷ്യർ അനേകമുണ്ട്. ദ സീക്രട്ട് ഇതിനെ ഒരു ഊർജ പ്രശ്നമായി കാണുമ്പോൾ അറ്റോമിക് ഹാബിറ്റ് അതിനെ ഒരു ശീല പ്രശ്നമായി കാണുന്നു. രണ്ടും ഒരേ ദിശയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സന്തോഷം എന്നത് ഒരു ലക്ഷ്യമല്ല, അത് ഒരു ജീവിത രീതിയാണ്. ഒരു മനുഷ്യൻ സന്തോഷം എന്തെങ്കിലും കിട്ടിയാലുണ്ടാകുന്ന ഒന്നായി കാണുമ്പോൾ അവൻ എപ്പോഴും കുറവിൻ്റെ ബോധത്തിലാണ് ജീവിക്കുന്നത്. ഇന്ന് ഇല്ലാത്തതെന്തോ അതിലേക്കാണ് അവൻ്റെ ശ്രദ്ധ. അതുകൊണ്ട് ദ സീക്രട്ടിൽ പറയുന്ന പ്രകാരം അവൻ കൂടുതലായും സ്വന്തം കുറവുകളെയാണ് ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നത്. അതേസമയം സന്തോഷത്തെ ദിനചര്യയിലെ ചെറിയ നിമിഷങ്ങളിൽ കണ്ടെത്തുന്നവൻ സംതൃപ്തി എന്ന മനോഭാവത്തിൽ ജീവിക്കുന്നു. ഈ മനോഭാവമാണ് സമാധാനത്തെ ആകർഷിക്കുന്നത്. അറ്റോമിക് ഹാബിറ്റ്സ് പറയുന്നത് ഇതേ കാര്യമാണ്. നിങ്ങൾ സന്തോഷം അനുഭവിക്കുന്ന ചെറിയ ശീലങ്ങൾ ഉണ്ടാക്കുമ്പോൾ സന്തോഷം ഒരു അപൂർവ അനുഭവമല്ല, സ്ഥിരമായ അവസ്ഥയായി മാറും. വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ സന്തോഷം പലപ്പോഴും മാർക്കുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പരീക്ഷ കഴിഞ്ഞാൽ സന്തോഷം, ഫലം മോശമായാൽ നിരാശ. ഇങ്ങനെയൊരു ജീവിതം മാനസികമായി വളരെ അസ്ഥിരമാണ്. ഫലങ്ങളെക്കാൾ പ്രക്രിയയെ സ്നേഹിക്കാനുള്ള ശീലമാണ് ദീർഘകാലാടിസ്ഥാനത്തിൽ സന്തോഷം നൽകുന്നത് എന്നാണ് അറ്റോമിക് ഹാബിറ്റ്സ് ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത്. ദിവസേന പഠിക്കാനിരിക്കുന്നത്, പുതിയൊരു കാര്യം മനസ്സിലാക്കുന്നത്, ചെറിയ പുരോഗതി കാണുന്നത് ഇവയെല്ലാം സന്തോഷത്തിൻ്റെ വിത്തുകളാണ്. ദ സീക്രട്ട് പ്രകാരം ഈ ചെറിയ സന്തോഷങ്ങളിലേക്കുള്ള ശ്രദ്ധ കൂടുതൽ തൃപ്തിയെ ജീവിതത്തിലേക്ക് ആകർഷിക്കും. വിദ്യാർത്ഥികൾ മാത്രമല്ല, മുതിർന്നവരും ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഇതെല്ലാം എന്തിനാണ്? ഈ ചോദ്യം വരുന്നത് വിജയമില്ലാത്തപ്പോൾ മാത്രമല്ല, എല്ലാ നേട്ടങ്ങളും നേടിയ ശേഷവും വരാം. കാരണം അർത്ഥമില്ലാത്ത വിജയം ഉള്ളിൽ ശൂന്യതയാണ് സൃഷ്ടിക്കുന്നത്. നിങ്ങൾ ഉള്ളിൽ അർത്ഥം അനുഭവിക്കുന്ന കാര്യങ്ങളോടാണ് ജീവിതം പ്രതികരിക്കുന്നത് എന്നാണ് സീക്രട്ട് പറയുന്നത്. അറ്റോമിക് ഹാബിറ്റ്സ് ഇതിനെ പ്രായോഗികമാക്കുന്നു. അർത്ഥമുള്ള കാര്യങ്ങൾ ദിനചര്യയിലെ ചെറിയ പ്രവൃത്തികളാക്കി മാറ്റണം.
സന്തോഷവും അർത്ഥവും ഒരുമിച്ച് വരുമ്പോൾ ജീവിതം ഒരു ഭാരമല്ല, യാത്രയായി മാറുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇന്ന് എനിക്ക് എന്ത് കിട്ടും എന്ന ചിന്തയ്ക്ക് പകരം ഇന്ന് ഞാൻ എന്തു പഠിക്കും, മറ്റുള്ളവർക്കായി എന്ത് നൽകും എന്ന ചിന്ത വരുമ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രവർത്തനം തുടങ്ങുന്നു. നൽകാനുള്ള മനസ്സുള്ളവർ അവസരങ്ങൾ സ്വീകരിക്കാൻ സന്നദ്ധരാണ്. അറ്റോമിക് ഹാബിറ്റ്സ് പറയുന്നത് പോലെ നൽകുന്നത് ഒരു ശീലമായാൽ മനുഷ്യർക്ക് സ്വയം മൂല്യമുള്ളവരായി അനുഭവപ്പെടാൻ തുടങ്ങും. ഇവിടെ ഒരു പ്രധാന സത്യം മനസ്സിലാക്കണം. സന്തോഷം എന്നതെല്ലാം ശരിയായിരിക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്ന അവസ്ഥയല്ല. പ്രശ്നങ്ങളുണ്ടെങ്കിലും ഉള്ളിൽ ഒരു സ്ഥിരതയുണ്ടെങ്കിൽ അതാണ് സന്തോഷം. ദ സീക്രട്ട് ഇതിനെ ആന്തരിക സമാധാനം എന്ന് വിളിക്കുന്നു. ഇത് നിർമ്മിക്കുന്നത് ചെറിയ സ്ഥിരമായ ശീലങ്ങളിലൂടെയാണെന്ന് അറ്റോമിക് ഹാബിറ്റ്സ് കാണിക്കുന്നു. നന്ദി പറയുന്ന ശീലം, ദിവസത്തെ നല്ല കാര്യങ്ങൾ ഓർക്കുന്ന ശീലം, സ്വന്തം ശ്രമങ്ങളെ അംഗീകരിക്കുന്ന ശീലം. ഒരു മനുഷ്യൻ ദിവസേന രാത്രി ഉറങ്ങുന്നതിന് മുൻപ് തൻ്റെ ദിവസം മുഴുവൻ വിലയിരുത്തുമ്പോൾ ഇന്ന് എനിക്ക് എന്താണ് തെറ്റിയത് എന്ന ചിന്തയിൽ മാത്രം നിൽക്കാതെ ഇന്ന് ഞാൻ എന്തെല്ലാം ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ മനസ്സിൻ്റെ ദിശ മാറുന്നു. ദ സീക്രട്ട് പ്രകാരം ഈ നന്ദിബോധം കൂടുതൽ നല്ല അനുഭവങ്ങളെ ആകർഷിക്കും. അറ്റോമിക് ഹാബിറ്റ്സ് പ്രകാരം ഇത് ഒരു ചെറു ശീലമായാലും മനസ്സിൻ്റെ അടിസ്ഥാന സ്വഭാവം തന്നെ മാറും. ഈ യാത്രയിൽ മുഴുവൻ നമ്മൾ കണ്ടത് ഒരു വലിയ സന്ദേശമാണ്. ചിന്തകൾ ദിശ നിശ്ചയിക്കുന്നു, ശീലങ്ങൾ യാത്രയെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ലോ ഓഫ് അട്രാക്ഷൻ നമ്മെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്നു. അറ്റോമിക് ഹാബിറ്റ്സ് ആ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാനുള്ള മാർഗം കാണിക്കുന്നു. ഇവ രണ്ടും ചേർന്നാൽ ജീവിതം വെറും വിജയപരാജയങ്ങളുടെ അളവിൽ നിൽക്കില്ല. എത്രത്തോളം സംതൃപ്തി ലഭിച്ചു എന്ന ചോദ്യത്തിലേക്കാണ് അത് മാറുന്നത്. ഒരു കാര്യം മാത്രം ഓർമ്മിക്കാം, സന്തോഷം പുറത്തെവിടെയോ കാത്തിരിക്കുന്ന ഒന്നല്ല. അത് നിങ്ങളുടെ ചിന്തകളിലും ശീലങ്ങളിലും ഇന്നത്തെ ചെറിയ തീരുമാനങ്ങളിലും ഒളിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഇന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ചെറിയ നല്ല ചിന്ത, ഒരു ചെറിയ നല്ല പ്രവൃത്തി നിങ്ങളുടെ നാളെയെ ശാന്തവും അർത്ഥമുള്ളതും ആക്കി മാറ്റുന്നു. ജീവിതം പൂർണ്ണമാകുന്നത് എല്ലാം നേടിയെടുക്കുമ്പോഴല്ല. ജീവിതം പൂർണ്ണമാകുന്നത് നിങ്ങൾ ജീവിക്കുന്ന ഓരോ നിമിഷത്തിലും നിങ്ങൾ സ്വന്തം അർത്ഥവും മൂല്യവും കണ്ടെത്തുമ്പോഴാണ്. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നന്ദി.